US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ അചഞ്ചലമായ പിന്തുണ വാഗ്ദാനം ചെയ്ത് മണിക്കൂറുകൾക്കകം ഗാസ നഗരത്തിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ഏറ്റവും അധപ്പതിച്ച പത്രം ന്യൂയോർക്ക് ടൈംസിനെതിരെ $15 ബില്യൺ കേസെടുത്ത് ട്രംപ്. ദോഹയിലെ ഇസ്രായേൽ ആക്രമണം, ഗാസയ്ക്കെതിരായ യുദ്ധം എന്നീ വിഷയങ്ങളുടെ ചർച്ചയ്ക്കായി അറബ് മുസ്ലിം നേതാക്കൾ ഖത്തറിൽ ഒത്തുകൂടുന്നു. ഇന്ത്യ അമേരിക്ക 6ാം ഘട്ട ചർച്ചയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്ന സന്ദേശവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ചകളിൽ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും നഗര ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീ ക്ലിനിക്കുകൾ. സംസ്ഥാനതല ഉദ്ഘാടനം വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം പള്ളിത്തുറ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ. ഉന്നതി സ്കോളർഷിപ്പ് പദ്ധതിക്ക് കീഴിൽ 1000-ലധികം വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമായതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു.